വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ, നമ്മളുടെ ചീരത്തോരൻ. ഞാനിവിടെ ചീര നന്നായിട്ട് കഴുകി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു അരമുറി തേങ്ങ നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്, 5-6 കഷ്ണം വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, 2 കഷ്ണം പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതാണ് നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ഞാനിവിടെ കറിച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സവാള ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് സോട്ട്. ഞാനിപ്പോൾ സവാളയിലേക്ക് കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതായത് നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സവാള ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് ഒരു നുള്ളുപ്പ് ഇട്ടാൽ മതിയെങ്കിൽ അതിടാം. അതിനുശേഷം കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നീട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരുമിച്ച് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നമ്മളുടെ പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുവാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു ബ്രൗണിഷ് ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ നല്ല എരിവുണ്ടാകും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ മൊരിയിച്ചെടുക്കുക. അതിനുശേഷം നമ്മളുടെ ചീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ കൂട്ടാകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം നമുക്ക്. അതിലേക്ക് ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോറി, പറയാൻ വിട്ടുപോയി. തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ, സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലുള്ള ഈസി ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള കൂടുതൽ റെസിപ്പികൾക്കായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.